പ്ലാനിലൊരു ചെറിയ ചേഞ്ച് വരുത്തി. ഞാൻ പോലും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ചേഞ്ചായിരുന്നു. നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ കൺവേർട്ടൊക്കെ ചെയ്ത് ടിക്കറ്റ് കൺവേർട്ടൊക്കെ ചെയ്ത് 700 രൂപ പെനാൽറ്റി അടിച്ച് സീറ്റെല്ലാം ഓക്കെ ആയി. നാളെ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ തിരുവനന്തപുരം എത്താൻ കണക്കിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വൈകിട്ട് കിടന്ന് ഉറങ്ങി. ഉറക്കം എണീറ്റിട്ട് ഇപ്പം മണി 7 മണിയായി കാണും. ഉറക്കം എണീറ്റ് ജസ്റ്റ് ഒന്ന് എവിടെ എത്തിയെന്ന് നോക്കിയപ്പോഴത്തേക്കും 10 മിനിറ്റിനുള്ളിൽ ഗോവ എത്തുമെന്ന് അതിൽ കാണിച്ചു. അപ്പോഴാണെങ്കിൽ ഞാൻ നോക്കി, ഓക്കെ ഗോവ, നാളെ ന്യൂ ഇയർ. ഇതിനും ഇതിനും കിഡിലായിട്ടുള്ളൊരു ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റിയൊരു സ്പോട്ട് ഇന്ത്യയിൽ വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയോ ദിവസം നമ്മൾ സഞ്ചരിച്ച് നമുക്ക് ന്യൂ ഇയറും കൂടെ ഒന്ന് പുതിയൊരു അനുഭവത്തിലൂടെ ഒരു ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് കരുതി ഞാൻ നേരെ ബാഗ് എടുത്തിട്ട് നേരെ ഗോവയിൽ ഇറങ്ങി. എൻ്റെ കയ്യിൽ ആകപ്പാടെ ഇനി ജിപേയിലുള്ളതെന്ന് പറയണത് 380 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. ആ 380 രൂപ വെച്ചിട്ട് വേണം എനിക്കിനി ഗോവയിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ. എൻ്റെ ബാഗെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ഇപ്പോൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ്. കാരണം ഇവിടെ റാപ്പിഡോ ഒന്നുമില്ല, അതുമല്ലാതെ പൈസയില്ല റാപ്പിഡോയ്ക്ക് കൊടുക്കാൻ. അപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഒരു ബസ് പിടിച്ച് നേരെ ബാഗ ബീച്ചിലോട്ട് പോയിട്ട് ചുമ്മാ ഒന്ന് നടന്നു നോക്കാം, എങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇന്ന് പോകണില്ല, ഇന്നിവിടെ നിന്ന് പോകാനായിട്ട് ബസ്സൊന്നുമില്ല. അപ്പം തന്നെ നാളെ രാവിലെ തന്നെ ബസ്സുള്ളൂ. രാവിലെ 6 മണിക്കാണ് ഇവിടെ നിന്ന് ബസ്സുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും ഇവിടെ കടന്നിട്ട് നാളെ രാവിലെ എണീറ്റ് പോകാം. ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത്. പണി കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും കുറേ ദിവസമായി ചിക്കൻ കഴിച്ചിട്ട്. അപ്പോൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നേരെ ഇവിടെ നിന്ന് ചിക്കൻ ഫ്രൈഡ് റൈസും കഴിച്ചിട്ട് നമുക്ക് നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്ന് ഉറങ്ങാം. ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ കിടന്നുറങ്ങി. ആദ്യം ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ അവിടെ നിന്നൊരു പോലീസുകാരൻ വന്ന് തട്ടി എണീപ്പിച്ചിട്ട് പറഞ്ഞു ഇവിടെ കിടക്കുന്നത് സേഫല്ല, ഒന്നിപ്പോയി കിടക്കുക. അങ്ങനെ ഞാൻ അവിടെ നേരെ എണീറ്റ് 1-ൽ വന്ന് കിടന്നു. ഒരു കസേര, ഇതുപോലൊരു കസേരയിൽ വന്ന് കിടന്ന് രാവിലെ ആയപ്പോൾ ഭയങ്കര ഒടുക്കത്തെ തണുപ്പ് കാരണം എണീറ്റ് ഒരു 4:30 മണി 5:30 ആയപ്പോൾ എണീറ്റ്. 6:30 ബസ്സുണ്ട്, പോകണമെന്ന് ആലോചിച്ച്. പിന്നെ എന്നിട്ടും വിചാരിച്ച് ഉറക്കക്ഷീണം മാറിയില്ല. ഉറക്കക്ഷീണം മാറാതെ നമ്മൾ പോയാൽ ശരിയാവില്ല, ദിവസം ഫുള്ളും പോകും. അപ്പോൾ പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി. ഇപ്പം മണി ഏകദേശം 9:30 എന്തെങ്കിലും ഫുഡും കഴിച്ചിട്ട് നേരെ ബസ്സും കയറി നേരെ ബാഗ ബീച്ചിലോട്ട് പോകും. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കയ്യിൽ 5-ൻ്റെ പൈസ ഇല്ല. 300 രൂപ ഉണ്ടായിരുന്നു. 300 രൂപയ്ക്ക് ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിച്ചു. മറ്റേ ചെരുപ്പ് ഇട്ടിട്ട് ഇവിടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിച്ച് കാണിച്ചുതരാം. ഇവിടെ നിന്നൊരു ഫ്ലിപ്പ് വാങ്ങിച്ച് 300 രൂപ തന്നെ ആയിട്ടുള്ളൂ. ഇനി എൻ്റെ കയ്യിൽ ആകപ്പാടെ ഉള്ളത് 15 രൂപ. 15 രൂപയും കൊണ്ട് ഞാൻ എങ്ങനെ ഗോവ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യും നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ കോട്ടൊക്കെ ഊരി അവിടെ ബാഗിൻ്റെ അകത്ത് എടുത്ത് വെച്ച് ക്ലോക്ക് റൂമിൽ പോയപ്പോൾ അവന്മാർക്ക് രണ്ടാമത് ബാഗിൻ്റെ അകത്ത് സാധനമൊന്നും വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് പ്രശ്നമായി. പിന്നെ അവസാനം എന്തൊക്കെയോ പറഞ്ഞ് അവസാനം കോട്ടും മറ്റേ സൈഡ് ബാഗും എടുത്ത് ബാഗിൻ്റെ അകത്ത് വെച്ച് പോക്കറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ക്രെഡിറ്റ് ആപ്പിൽ നിന്ന് ഒരു 1000 രൂപ കൂടെ എടുത്ത്. എൻ്റെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ല, എല്ലാം തീർന്നു. ആകപ്പാടെ 15 രൂപ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ ഒരു 1000 രൂപയും കൂടെ ഞാൻ ലോൺ എടുത്ത്. ഭാഗ്യത്തിന് കിട്ടി. കുറേ നോക്കി, ഇന്നലെ തൊട്ടേ നോക്കി, ഒരു 10-20 ലോൺ ആപ്പൊക്കെ എടുത്ത് നോക്കി. പക്ഷേ ഒന്നും എലിജിബിൾ ആവുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ അതിൽ നിന്ന് തന്നെ ഒരു 1000 രൂപയും കൂടെ എടുക്കാൻ പറ്റി. അപ്പോൾ 1000 രൂപ വെച്ചിട്ട് വേണം നമുക്ക് ഇന്നിനി ഗോവയെല്ലാം കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഫുഡൊക്കെ കഴിച്ചിട്ട് 1000 രൂപ വെച്ച് നമുക്ക് ചുരുക്കി ഉള്ള ചിലവ്. ഗോവയിൽ എങ്ങനെ 1000 രൂപ വെച്ച് നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റും. അതാണ് നമുക്ക് ഈ വ്ളോഗിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ കോട്ട് ഊരിയിരിക്കുകയാണ്. മറ്റേ പാമ്പ് തൊലി ഊരും പോലെ 1 മാസത്തിന് ശേഷം എൻ്റെ ദേഹത്തിൽ നിന്ന് ഞാൻ എൻ്റെ കോട്ട് അഴിച്ച് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നല്ല ഒടുക്കത്തെ വെയിലുണ്ട് കേട്ടോ. 12 മണിക്കൊക്കെ കുറേ ദിവസം വെയിലൊന്നും ഇല്ലാതെ ആദ്യമായിട്ട് വെയിൽ കൊള്ളുമ്പോൾ ഭയങ്കര ചൂട് പോലെ തോന്നും. ഇവിടെ നിന്ന് ബസ്സുണ്ട് ബസ് സ്റ്റാൻഡിലോട്ട്, ഇത് അടക്കണം ബസ്. അപ്പം ബസ് ഇവിടെ നിന്ന് എപ്പോഴും ബസ് കാണും. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് വേറെ ബസ് കയറി നമുക്ക് നേരെ ബാഗ ബീച്ചിലോട്ട് പോകാം. ATM ഉണ്ടായിരുന്നെങ്കിൽ പൈസ എടുക്കണം, പക്ഷേ ഇവിടെ ATM കാണാനില്ല. കുഴപ്പമില്ല, നോക്കാം. നമുക്ക് ആദ്യം നേരെ പോയിട്ട് ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിക്കാം. വിശക്കണം, മണി 12 മണിയായി, ഇതുവരെയായിട്ടൊന്നും കഴിച്ചില്ല. അങ്ങനെ ഞാനാണെങ്കിൽ ബസ്സിൽ കയറി ഇവിടെ നിന്ന് ഏകദേശം ഒരു 45 മിനിറ്റ് എന്തോ ഉണ്ട്. അപ്പം ഡയറക്റ്റ് ബാഗ ബീച്ചിൽ പോകാൻ വേണ്ടി പറ്റൂല. ഇവിടെ നിന്ന് നേരെ പനാഞ്ചിയിൽ പോയിട്ട് പനാഞ്ചിയിൽ നിന്ന് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ ഗോവയിൽ ബാഗ ബീച്ചിനടുത്ത് കാലുകുത്തി. ബസ്സിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും പൊരിഞ്ഞടിയും. ഡോറടച്ചപ്പോൾ ഒരു കൊച്ചിൻ്റെ കയ്യിൽ വന്ന് ഡോറ് കൊണ്ട് അങ്ങനെ ഡോറിലടച്ച് അങ്ങനെ അടിയായി പിടിയായി വഴക്കായി. അങ്ങനെ ബാഗ ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് ഭയങ്കര ബ്ലോക്കൊക്കെ ആയതുകൊണ്ട്
എല്ലാവരും ഇപ്പുറത്ത് ഇറക്കി വിട്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം ഒരു കിലോമീറ്റർ നടക്കാനുണ്ട്. നമ്മൾ 1 കിലോമീറ്റർ നടക്കാനാണ് നമുക്ക് പാട്. ഡെയിലി 15-20 കിലോമീറ്റർ നടക്കണം നമുക്ക്. ഈ 1 കിലോമീറ്ററൊക്കെ ജുജുബി. ഇതാണ് ബാഗ ബീച്ചിൻ്റെ അടുത്തൊരു ബീച്ചാണ്, പേര് മറന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കോവിലിൽ നിന്നൊക്കെ ആളുകൾ വന്നിരിക്കുന്നത്. ഗോവയിൽ ബീച്ച് എത്താറായി. 2 സൈഡും ഫുൾ കടകളും മേളവും നല്ല മുടിഞ്ഞ തിരക്കാണ്. കൂടുതലും മലയാളികളാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് കലങ്കട്ട് ബീച്ച്. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അത്ര തിരക്കില്ല. രാത്രിയായിരിക്കും തിരക്ക് കൂടുന്നത്. അവിടെ ഫുള്ളും ബോട്ട് റൈഡും പാരാഗ്ലൈഡിങ്ങും ബോട്ട് റൈഡും ഫുൾ ഓണാണ് ഗൈസ്. ഇവിടെ ഫുൾ ഓണാണ്. ഇവരാണ് ഇനി നമുക്ക് കിട്ടിയത്. അപ്പം നിതേഷ് ആൻഡ് കിരൺ 3 പേര് മഹാരാഷ്ട്രയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പനിയായി. അപ്പം ഹാപ്പി ന്യൂ ഇയർ. ഗോവയിലെ സൺസെറ്റും കണ്ട് അവിടെ ഒരു 2 പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്. അതും കണ്ട് നേരെ ബീച്ചിലോട്ട് നടക്കുകയാണ്. 7 മണി ആയപ്പോഴത്തേക്കും ഗോവ ഓണായി. എല്ലാവരും എന്താ ഓഫായി കിടക്കുകയാണ് ഇവിടെ. പശു ഇതാ തള്ള ഗോവയിൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പശു വന്നിരിക്കുന്നു. പശു 8 മണിയായി. ഞാനാണെങ്കിൽ ഉറങ്ങിയില്ല. അവിടെ നിന്ന് ബസ്സിൽ നേരെ ഇറങ്ങി. അവിടെ നിന്ന് അടുത്ത ബസ് കയറി നേരെ മഡ്ഗൗവിലെത്തി. അവിടെ നിന്ന് നേരെ അടുത്ത ബസ് കയറി. ഇപ്പം മഡ്ഗൗവിൽ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അങ്ങനെ ഞാൻ ഇത്ര നേരം ഉറങ്ങിയതാണ്. ഇപ്പോൾ എണീറ്റതുള്ളൂ. മണി 5 മണി കഴിഞ്ഞാൽ. എപ്പോൾ ഉറങ്ങിയെന്ന് എനിക്കൊരു അറിവുള്ളൂ. 11 മണിക്ക് എന്താണ് കിടന്ന് ഉറങ്ങിയത്. നമ്മളെ ട്രെയിൻ പറഞ്ഞത് 6 മണിക്കാണ്. അപ്പോൾ ഞാൻ ഒരു ജനറൽ ടിക്കറ്റും കൂടെ എടുത്ത് അങ്ങനെ ഞാൻ നാട്ടിലെത്തി. തിരുവനന്തപുരത്തെത്തി. നാട്ടിലെത്തിയതിനു ശേഷം വ്ളോഗ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കണം, എല്ലാവരും മലയാളികളൊക്കെ ആയതുകൊണ്ട്. ഞാനിപ്പം തമ്പാനൂർ എത്തിയിട്ടുണ്ട്. മറ്റൊരു സിനിമ കണ്ടിട്ട് പോകാമെന്ന് കരുതി നിവിൻ പോളിയുടെ പുതിയ പടം സർവ്വമായ അത് കാണാൻ വേണ്ടി കയറി. ഇപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ. വിഷയം പടം എന്ന് പറഞ്ഞാൽ വിഷയം പടം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല ഇമോഷണൽ ടച്ചുള്ളൊരു സിനിമയായിരുന്നു. അങ്ങനെ എൻ്റെ ട്രിപ്പ് ഇവിടെ ഏകദേശം പൂർത്തിയാകാറ്. ഒരു 2-3 മണിക്കൂറിനുള്ളിൽ എൻ്റെ 1 മാസത്തെ ട്രിപ്പ് പൂർത്തിയായി. ഈ തലമുടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കണ്ണനല്ലേ വരുന്നതെന്ന്. അവിടെ ഇരുന്നപ്പോൾ ഇറങ്ങി വന്നപ്പോൾ തലയെ കണ്ടപ്പോൾ കണ്ണൻ വരുന്നു കേട്ടോ. ഞാൻ ഒരു ഫോട്ടോ വച്ചിരിക്കുന്നത് എന്നെ കാണുവാൻ. ഒരു ഫോട്ടോ ഞാൻ വച്ചിരിക്കുന്നത് എന്നെ കാണാൻ. ഇപ്പോഴും കാണുവാൻ. ഇപ്പം കാണാത്തതുകൊണ്ട് ഫോട്ടോ ഞാൻ വച്ചിട്ടുണ്ടോ. ഇപ്പം ഞാൻ അവിടെ ഇരുന്നപ്പം കാണാം. അവിടെ ഒരു ഉച്ചി കണ്ടു. കണ്ണല്ലേ ഇത് വരണയെന്ന് അയച്ചാണ് ലൈറ്റില്ല. പിന്നെ അവിടെ നല്ല പോലെ കഴിഞ്ഞു. അപ്പോൾ എപ്പോഴെത്തിയത്